നെല്ലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 2 കീടങ്ങളാണ് ഓലചുരുട്ടിയും തണ്ടുതുരപ്പനും. ശലഭ വിഭാഗത്തിൽപ്പെടുന്ന ഈ കീടങ്ങളുടെ പുഴുദശയാണ് നെല്ലിനെ സാരമായി ബാധിക്കുന്നത്. സാധാരണയായി നമുക്കറിയാം, നെൽകൃഷിയിൽ കീടനിയന്ത്രണം ഏറ്റവും നന്നായി നടപ്പിലാക്കുന്നത് സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങൾ മുഖേനയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ട്രൈക്കോകാർഡുകൾ അഥവാ മുട്ടക്കാടുകളുടെ ഉപയോഗം. എന്താണ് ട്രൈക്കോകാർഡുകൾ, എങ്ങനെയാണ് ഇവ കൃഷിയിടത്തിൽ കീടനിയന്ത്രണം സാധ്യമാക്കുന്നത് എന്ന് നോക്കാം. ട്രൈക്കോഗ്രമ കിലോണിസ്, ട്രൈക്കോഗ്രമ ജാപ്പോണിക്കം എന്നീ കടന്നൽ വർഗത്തിൽപ്പെട്ട ചെറുപ്രാണികളുടെ സമാധി ദശകളാണ് ട്രൈക്കോകാർഡിൽ ഉള്ളത്. ട്രൈക്കോകാർഡുകൾ കൃഷിയിടത്തിൽ വയ്ക്കുമ്പോൾ ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ട്രൈക്കോഗ്രമ പരാതങ്ങൾ നെല്ലിലെ തണ്ടുതുരപ്പിൻ്റെയും ഓലചുരുട്ടിയുടെയും മുട്ടകളെ പരാതീകരിച്ച് നശിപ്പിക്കുകയും തൽഫലമായി കീടനിയന്ത്രണം സാധ്യമാവുകയും ചെയ്യുന്നു. ഇതിൽ ട്രൈക്കോഗ്രമ കിലോണിസ് ഓലചുരുട്ടിക്കെതിരെയും ട്രൈക്കോഗ്രമ ജാപ്പോണിക്കം തണ്ടുതുരപ്പിനെതിരെയുമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ട്രൈക്കോകാർഡുകൾ എങ്ങനെയാണ് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇതെപ്പോൾ മുതൽ കൃഷിയിടങ്ങളിൽ വെച്ചു തുടങ്ങണം എന്നത് വളരെ പ്രധാനമാണ്. ശലഭങ്ങളെ കൃഷിയിടങ്ങളിൽ കണ്ടു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ വിത കഴിഞ്ഞ് 25 മുതൽ 30 ദിവസം വരെ, അല്ലെങ്കിൽ നടിയിൽ കഴിഞ്ഞ് 15 മുതൽ 20 ദിവസം വരെ, ഈ സമയത്തിലാണ് ട്രൈക്കോകാർഡുകൾ വെച്ച് തുടങ്ങേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒറ്റത്തവണ ഉപയോഗിച്ചാൽ പോരാ എന്നുള്ളതാണ്. 7 മുതൽ 10 ദിവസം വരെ ഇടവിട്ട് 5 മുതൽ 7 പ്രാവശ്യം വരെ നെല്ലിൻ്റെ മൂപ്പനുസരിച്ച് കതിര് വരുന്നത് വരെ ട്രൈക്കോകാർഡുകൾ കൃഷിയിടത്തിൽ വെക്കേണ്ടതാണ്. 1 ഏക്കറിന് 2 cc അഥവാ 2 കാർഡുകളാണ് വെക്കേണ്ടത്. ഓരോ കാർഡും 10 കഷ്ണങ്ങളാക്കി മുറിക്കുക. അപ്പോൾ 1 ഏക്കറിന് 20 കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും. അതനുസരിച്ച് 5 സെൻറ്റിന് 1 കഷ്ണം എന്ന നിലയ്ക്ക് കൃഷിയിടങ്ങളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് വെക്കുമ്പോൾ ഒന്നിൽ തെങ്ങോലയിൽ അല്ലെങ്കിൽ പേപ്പർ കപ്പുകളിലാക്കി ഒരു വടിയിൽ നാട്ടി പാടത്ത് വെച്ച് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കൃഷിയിടത്തിൽ വെക്കുമ്പോൾ നെല്ലിൻ്റെ ഉയരത്തിന് ഒപ്പമായിരിക്കണം ഇത് സ്ഥാപിക്കേണ്ടത്. ഇനി ഇത് കൂടാതെ കാർഡുകൾ പരമാവധി രാവിലെ തന്നെ വെക്കാനായി ശ്രദ്ധിക്കുക. കാർഡുകൾ ലഭിച്ച ഉടനെ തന്നെ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിക്കേണ്ടതും പിറ്റേന്ന് തന്നെ ഉപയോഗിക്കേണ്ടതുമാണ്. ട്രൈക്കോഗ്രമ, തണ്ടുതുരപ്പൻ, ഓലചുരുട്ടി ഇവയുടെ മുട്ടകളെ മാത്രമേ പരാതീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ശരിയായ സമയത്ത് മുൻകൂട്ടി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രൈക്കോഗ്രമ പുഴുദശയെ പരാതീകരിക്കുകയില്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ട്രൈക്കോകാർഡ് വെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കീടനാശിനി പ്രയോഗം പാടുള്ളതല്ല. അഥവാ കീടനാശിനി തളിക്കേണ്ട സാഹചര്യം വന്നാൽ ട്രൈക്കോഗ്രമ ഉപയോഗത്തിന് 15 ദിവസം ഇടവേള നൽകേണ്ടതാണ്. ട്രൈക്കോകാർഡുകൾ കേരള കാർഷിക സർവകലാശാല, കൃഷി വകുപ്പ് ഇവയുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. ഒരു കാർഡിന് 45 മുതൽ 60 രൂപയാണ് വില. ട്രൈക്കോകാർഡ് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏകദേശം 2 മാസത്തോളം സമയം ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ട്രൈക്കോകാർഡ് വയ്ക്കുവാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ കൃഷിഭവൻ മുഖേന കാർഷിക സർവകലാശാലയിലോ സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലബോറട്ടറിയിലോ ബന്ധപ്പെടേണ്ടതാണ്.